നമസ്കാരം, ഉപാസനയിലേക്ക് സ്വാഗതം. ഇന്ന് മേടമാസം 1-ാം തീയതി, മലയാളികൾക്ക് വിഷുപ്പുലരി. വിഷു ഓണം കഴിഞ്ഞാൽ പിന്നെ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ്. ഓണം നെൽകൃഷിയായി ബന്ധപ്പെട്ട് ഉള്ള കാർഷിക ഉത്സവമാണെങ്കിൽ വിഷു പച്ചക്കറികൾ വിളവെടുക്കുന്ന മഹോത്സവമാണ്. വിഷവം എന്ന വാക്കിൽ നിന്നാണ് വിഷു എന്ന പദമുണ്ടായത്. വിഷവം എന്ന് പറഞ്ഞാൽ തുല്യമായത് എന്നർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസം. വിഷുവിനെക്കുറിച്ചും ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട്. കൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണെന്ന് പറയപ്പെടുന്നു. ധർമ്മത്തിൻ്റെ വിജയമാണ് വിഷു. അതേപോലെ തന്നെ രാമൻ രാവണനുമേൽ വിജയം നേടിയതിൻ്റെ സൂചകമാണ്. പണ്ട് സൂര്യൻ ലങ്കാനഗരത്തിലേക്ക് വളരെ ശോഭയോടുകൂടി ഉദിച്ചുയർന്നപ്പോൾ രാവണൻ സൂര്യനെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയും പിന്നീട് രാവണനെ വധിച്ചപ്പോൾ വീണ്ടും നേർരേഖയിൽ കൂടെ സൂര്യൻ ഉദിച്ചുയർന്നു എന്നുമൊക്കെയുള്ള ഐതിഹ്യങ്ങൾ പലതുണ്ട്. എന്നാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് വിഷു. ഒരുവിധം പച്ചക്കറികളെല്ലാം വിളവ് തരുന്ന സമയമാണ് വിഷുക്കാലം. ചക്ക, മാങ്ങ, പല വിധത്തിലുള്ള പച്ചക്കറികൾ എല്ലാം വിഷുക്കാലത്ത് വിളവെടുക്കുന്നു. മറ്റൊരു പ്രത്യേകത, ഈ കേരള ഭൂമിയിലെങ്ങും കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് വിഷുക്കാലം. വേനൽ ചൂടിൽ ഭൂമി ഉരുകി നിൽക്കുമ്പോഴാണ് ആ ചൂടൊന്നും വകവയ്ക്കാതെ സ്വർണ്ണവർണ്ണത്തിൽ കേരളത്തിൻ്റെ ദേശീയ പുഷ്പമായ കണിക്കൊന്ന എങ്ങും പൂത്തുലഞ്ഞു നിൽക്കുന്നത്. കണിക്കൊന്നയുടെ ആ സ്വർണ്ണവർണ്ണം ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി മലയാളികൾ കാണുന്നു. വിഷുവിനോട് അനുബന്ധിച്ച് പല ആചാരങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വിഷു കണിയൊരുക്കുക, വിഷു കൈനീട്ടം സ്വീകരിക്കുക, പടക്കം പൊട്ടിച്ച് വിഷു ആഘോഷിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. സാധാരണയായി വിഷുക്കണി ഒരുക്കുന്നത് ഗൃഹനായികമാരാണ്, ഗൃഹനാഥമാരാണ്. ഒരുപാട് സാധനങ്ങൾ ഇതിനു വേണ്ടി അവർ ഉപയോഗിക്കുന്നു. ഓട്ടുരുളിയിൽ നെല്ലും അരിയും സമാസമമെടുത്ത് പകുതി നിറച്ച് അതിൽ ഈശ്വരൻ്റെ വിഗ്രഹങ്ങൾ വെച്ച്, പ്രധാനമായും ശ്രീകൃഷ്ണ വിഗ്രഹമാണ് എല്ലാവരും വയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന എല്ലാ വിഭവങ്ങളും പച്ചക്കറികളും അതിൽ നിറയ്ക്കും. പിന്നീട് ഗ്രന്ഥം, സ്വർണം, നാണയം, നാളികേരം എന്നിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന എല്ലാ വസ്തുക്കളും ആ കണിയായി ഒരുക്കും. എന്നിട്ട് നിലവിളക്ക് കൊളുത്തി വയ്ക്കും. പ്രഭാതത്തിൽ കണ്ണുകൾ അടച്ച് എല്ലാവരെയും കണി കാണാൻ ക്ഷണിക്കും. കണി കണ്ടതിന് ശേഷം ഗൃഹനായികയോ അല്ലെങ്കിൽ ഗൃഹനാഥനോ എല്ലാവർക്കും വിഷു കൈനീട്ടം തരും. അതിനുശേഷം കുട്ടികൾ പടക്കം പൊട്ടിച്ച് വിഷു ആഘോഷിക്കും. എല്ലാ അർത്ഥത്തിലും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് വിഷു. അതിന് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പ്രകൃതിയാണ് ഏറ്റവും മറ്റൊരു പ്രത്യേകത. നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ സാധിക്കും, ഒരു പക്ഷേ അങ്ങ് അകലെ നിന്ന് മയിലുകളുടെ, മറ്റ് കിളികളുടെയൊക്കെ ശബ്ദങ്ങൾ. വിഷുക്കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വക കാര്യങ്ങളെല്ലാം. കാരണം നമ്മുടെ പ്രകൃതിയാണ് നമുക്ക് എപ്പോഴും ഐശ്വര്യം കൊണ്ടുവന്ന് തരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും മനുഷ്യൻ പ്രകൃതിയുടെ ആവശ്യങ്ങളനുസരിച്ച്, പ്രകൃതിയുടെ സാഹചര്യങ്ങളനുസരിച്ച് ഉള്ള ആഘോഷങ്ങളാണ് നടത്തി വരുന്നത്. പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന ഒരു വിധത്തിലുള്ള ആഘോഷങ്ങളും പണ്ട് ഈ മണ്ണിൽ നടന്നിരുന്നില്ല. പക്ഷേ ഇന്ന് ആഘോഷത്തിൻ്റെ രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിഷു ഫലം പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ഫലങ്ങൾ പ്രവചിക്കുന്നത് വിഷുവിനെ അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെ
എല്ലാം കൊണ്ടും വിഷു മനുഷ്യനും മണ്ണും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.